വിശുദ്ധ കുരിശിന്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം ഭാഗം 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവവും ഇസ്രായേൽ ജനതയുമായുള്ള ബന്ധത്തെ വിവരിക്കുന്നു. ഇതിൽ അബ്രഹാം 12 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലും ഇസഹാക്ക് 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിലും കാണപ്പെടുന്നു. 28 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ അബ്രാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ മകൻ യാക്കോബിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഈ യാക്കോബ് എന്ന ഇസ്രായേലിന്റെ പേരാണ് രാജ്യത്തിന് നൽകിയത്. യാക്കോബിന്റെ 12 മക്കളാണ് റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ദാൻ, നഫ്താലി, ഗാദ്, ആഷേർ, ഇസാക്കർ, സെബലൂൺ, ജോസഫ്, ബെഞ്ചമിൻ. ഇതിൽ ജോസഫും ലേവിയും ഒഴികെയുള്ളവർ 10 ഗോത്രങ്ങളുടെ തലവന്മാരായി. യാക്കോബ് ദത്തെടുത്ത ജോസഫിന്റെ 2 മക്കളായ മനശ്ശെയും എഫ്രൈമും 2 ഗോത്രങ്ങളുടെ തലവന്മാരായി. ഈ 12 ഗോത്രങ്ങളെക്കുറിച്ചാണ് ഉൽപ്പത്തി 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഉൽപ്പത്തി 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.